പോയി നിന്നോ. ആ നടക്കാൻ പറ്റും. പെട്ടെന്ന് അങ്ങ് നടന്നു നിന്നില്ലേ. ആ അതിലൊന്ന് പിടിച്ചോ. ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നോ. രൂപത്തിൽ തന്നെ ആയിരുന്നു ആ കാലഘട്ടത്തിലെ ബെത്ലഹേം നഗരം എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് ഇവിടുത്തെ ജ്വല്ലറിയുടെ ഡിസൈനിങ് ടീം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു മിനിയേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചുണ്ണാമ്പ് കല്ല് കൊണ്ടിട്ടായിരുന്നു ഇവ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് എല്ലാം അറിയാം, ബെത്ലഹേം നഗരത്തിലെ ഒരു കാലിത്തൊഴുത്തിലാണ് ഉണ്ണിയേശു പിറന്നത്. കുറച്ചുകൂടി ഒന്ന് അടുത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടീമിനെ കൂടി ഒന്ന് ജോയിൻ ചെയ്യിക്കാമായിരുന്നു. ഇപ്പോഴാണ് ഈ സെഞ്ചുറീസ് ഒക്കെ തുടങ്ങുന്നതിനൊക്കെ മുന്നേ തന്നെ അദ്ദേഹം ഓട്ടോമാറ്റിക് ആയിട്ട് ചൂടുവെള്ളം കിട്ടുന്ന സംവിധാനങ്ങൾ ഇംപ്ലിമെന്റ്. അതെങ്ങനെ ഇവിടുത്തെ റൂമിലെല്ലാം കണക്ട് ചെയ്ത് ടണൽ സംവിധാനങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തതാണ്. അപ്പൊ ഇതൊരു ടണലായിട്ട് സങ്കല്പിക്കാൻ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രദേശത്തുള്ള ഗ്രാമങ്ങളിലേക്കുള്ള ജലത്തെ അവരുടെ ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് സുഹൃത്തുക്കളുടെ ജലം എന്നത് താല്പര്യം ഒരു താമസിച്ച് ഈ ഒരു പ്രദേശങ്ങളായ വിദേശ പ്രശ്നങ്ങൾ ഇതേപോലുള്ള ഗ്രാമങ്ങളിലേക്കാണ് ജലം എത്തിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ സൗത്ത് പൂളിലെ ജലം ഉപയോഗിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ആഹാരം കഴിയുന്നതോടുകൂടിയായിരുന്നു സൗത്ത് പൂളിലെ നിങ്ങൾ കാണാൻ പോകുന്ന ഹോളി സെപ്പറേറ്റ് ചർച്ച് എല്ലാം വരുന്നത് ഒരു ജെറുസലേമിലായിട്ടാണ്. ജെറുസലേമിന് ഇന്ന് അറിയപ്പെടുന്നത് യെരുശലേം എന്നാണ്. സമാധാനത്തിന് അല്ലെങ്കിൽ പീസ് ഓഫ്. അപ്പോൾ അവരുടെ കാഴ്ചകളൊക്കെ പിന്നിലോട്ടുള്ള കാഴ്ചകളൊക്കെ തടസ്സപ്പെടുത്തുന്നു. ഇവിടെ ഗതാഗത കുരുക്കളല്ലേ ട്രാഫിക്കുകളൊക്കെ ഉണ്ടാകുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയാണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്നാണ് പള്ളിയുടെ പേര്. ഈ രണ്ട് എൻട്രൻസ് വഴിയാണ് പള്ളിയുടെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുന്നത്. എന്നൊരു വലിയ തലയോട്ടിയുടെ രൂപാകൃതിയിലാണ് വന്നിരുന്നത്. അതുപോലെ നമുക്ക് ഐ സോക്കറ്റ് കാണാൻ സാധിക്കും. ഐ സോക്കറ്റ് പോലെ ആ സെക്ഷൻ ഫീൽ ചെയ്യുന്നതാണ്. ഒരു ന്യൂസിന്റെ ഭാഗമായിട്ട് നമുക്ക് ആ സെക്ഷൻ ഫീൽ ചെയ്യുന്നത് ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ ഒരു തലയോട്ടിയുടെ രൂപാകൃതി വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ക്രോസുകളൊക്കെ വിശ്വസപ്പെടുന്ന സ്ഥലമാണ്. ഈ ഒരു സെക്ഷനും അതുപോലെ തന്നെ ഈ ഒരു ഭാഗവും കൂടി ചേർത്ത് ഒരു ചേർച്ചിന്റെ ആയിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് പ്രത്യേകം ചേംബറാണ്. ചേർച്ചിന്റെ പേര് വരുന്നത്. അതിന്റെ ചേംബർ ആയിട്ടാണ് ഇത് പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് വിസിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിലൊക്കെ പോകാൻ പറ്റുന്നതാണ്.